السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب، وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب نجيب دعوة الداعي أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله مولانا العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: ادعوا الله وأنتم موقنون بالإجابة، أو كما قال رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا نجي الله. انظر حالنا يا شفيع الله. اسمع مقالنا يا خليل الله. ألا فادع عل الله يجمعنا به، فلولا الدعاء ما كان بالخلق يعبؤون. صلاة وتسليم أعد مدأه إن القلوب تحبه، بأوصافه تجلى إذا هي تزدأ. صلاة وتسليم صلوا على النبي المصطفى محمد وآله
ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, മഹത്തായ ഉറൂസിൻ്റെയും ഉള്ളാളം മഹല്ലത്തിൻ്റെയും നേതാക്കൾ, ഭാരവാഹികൾ, ഈ മഹത്തായ ഉറൂസിൻ്റെ പരിപാടിയിലേക്ക് എത്തി വൻ വിജയമാക്കി തന്ന മുഹിബീങ്ങൾ, ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു തആല മദനി തങ്ങൾ ഉപ്പാപ്പയുടെ മദതും പൊരുത്തവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പരമ്പരകളിലൂടെയും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ രണ്ടാം ദിവസമായി ഇന്ന് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദാണ് നിങ്ങളോട് സംവദിക്കേണ്ടിയിരുന്നത്. ഉസ്താദിന്റെ വീട്ടിൽ, കുടുംബത്തിൽ ദൂരേക്ക് യാത്ര പോകാൻ തടസ്സമാകും വിധം ഒരു വിഷമം നേരിട്ടതുകൊണ്ട് പൊതുവെ ദൂരെ പ്രോഗ്രാമിനൊന്നും ഉസ്താദ് പോകാറില്ല. എന്താണോ മുസീബത്ത്, വിഷമം, അല്ലാഹു മദനി തങ്ങൾ ഉപ്പാപ്പയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് സലാമത്ത് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. വന്നിരായ കൂറ്റമ്പാറ ഉസ്താദിലൂടെയാണെങ്കിലും ഉള്ളാളം മഖാമു റോസിൽ ഇതുപോലെ സംവദിക്കാൻ ഒരു അവസരം നമ്മുടെ ശിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉള്ളാളത്തെ മഹലിന്റെ ഉറൂസ് കമ്മിറ്റിയുടെ നേതാക്കൾ സഹകരിച്ചതുകൊണ്ട് ഇന്ന് നിങ്ങളെ മുമ്പിൽ എത്തിപ്പെടാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല പ്രൗഢിയുള്ള മജ്ലിസാണ്. പക്ഷേ എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്. നിങ്ങളത് സ്വീകരിക്കോ ഇല്ലേ എന്നൊന്നും എനിക്കറിയൂല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇൽമു പറയുന്ന മജ്ലിസില് പരമാവധി അടുത്തിരിക്കണം. ഒന്നാം സ്വഫ് പൂർത്തിയാവാതെ രണ്ടാം സ്വഫിൽ നിന്ന ജമാഅത്തിന്റെ കൂലിട്ടു. അപ്പോ ബുദ്ധിമുട്ടില്ലാത്തവർ, മദനി തങ്ങൾ ഉപ്പാപ്പാന്റെ മഹബത്തിന് വേണ്ടി എത്തിപ്പെട്ടവർ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലും യഖ്ളത്തിലും കാണാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരണേ എന്ന് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ്. വരുന്നവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും യഖ്ളത്തിലും ദർശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകട്ടെ. വേഗം കയറി ഇരുന്നോളി. കരുന്നാക്കുള്ള ആളെ എപ്പോഴാ ഇജാബത്ത് കിട്ടുകയെന്ന് അറിയില്ല. വേഗം കയറി ആ ദൂരമുള്ള ആൾക്കാരൊക്കെ ഒന്ന് അടുത്തു വന്നാലേ വലിയ സന്തോഷം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മജ്ലിസുകളിൽ
ഉറൂസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെല്ലാം നമുക്കെല്ലാം കൂട്ടമായി ദുആയിരക്കാനുള്ളൊരു അവസരമാണ്. അജ്മീർ ഖാജാ തങ്ങളുടെ മഖാമിന് ശേഷം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിപ്പെടുന്ന വലിയ മഖാമാണ് ഉള്ളാളം മഖാം. ആ ഉള്ളാളത്തെ മഖാമില് നിരന്തരം ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും അവിടത്തെ ചാരത്ത് വന്ന് പൊരുത്തം വാങ്ങി പോകാറുണ്ട്. ഞാനും നിങ്ങളും പല തവണകളായി സിയാറത്തിന് സന്ദർശിക്കാറുണ്ട്, സിയാറത്ത് ചെയ്യാറുമുണ്ട്. എന്നാ പിന്നെ 5 വർഷത്തിലൊരിക്കലും ഉറൂസ്, അതെന്തിനാണ്? 5 വർഷത്തിലൊരിക്കലുള്ള ഉറൂസ് എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് എല്ലാവരും വന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയാ, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക. അത് കൂട്ടമായിട്ട് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഹയാത്തുള്ള ആലിമീങ്ങൾ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഉപ്പാപ്പ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരുടെ വഫാത്തായ സഹോദരന് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. കേരളത്തിന്റെയും കർണാടകയുടെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുആക്ക് ഇജാബത്തുള്ള ആലിമീങ്ങളൊക്കെ കൊണ്ടുവന്ന് ദുആയിരക്കുമ്പോ എന്റെ സങ്കടങ്ങൾ ഒന്ന് മാറിക്കിട്ടാൻ, എന്റെ ആവശ്യങ്ങൾ ഒന്ന് പൂർത്തീകരിച്ചു കിട്ടാൻ, എന്റെ വിഷയങ്ങൾ അള്ളാഹുവിനോടൊന്ന് തുറന്നു പറയാൻ കൂട്ടമായിട്ട് മുഅ്മിനീങ്ങൾ വന്നിരിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരാളുടെയെങ്കിലും മാമീൻ കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ, ഓ എന്റെ സഹോദരന്മാരെ, ഏത് വിഷയം നമ്മൾ അള്ളാഹുവിനോട് സമർപ്പിക്കുമ്പോഴും, ഏത് വിഷയം അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹുവിനോട് ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി ചോദിക്കണം. ഉദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ദുആയിരക്കണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, എനിക്കെന്റെ രക്ഷിതാവ് ഉത്തരം തരും. എന്റെ റബ്ബെന്നെ കൈവിടൂല, എന്റെ റബ്ബെന്നെ വെറുതെയാക്കൂല, എന്റെ ചോദ്യം, എന്റെ സെക്കൻഡുകൾ വെറുതെയാകൂല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെയായിരിക്കണേ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥന നിർവഹിക്കേണ്ടതെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തെ മാത്രം നോട്ടമിട്ട് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ അൽഹംദുലില്ലാഹ് വഖഫ് ബോർഡിൽ ഭേദഗതി വരുത്തി മുസ്ലിം സമുദായത്തെ എങ്ങനെയെങ്കിലും തറപറ്റിക്കണമെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്നവരിൽ നമുക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ കർണാടകയിലെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും സയ്യിദുൽ ഉലമ മുത്തുക്കോയ തങ്ങൾ ഉപ്പാപ്പയുടെയും നേതൃത്വം അംഗീകരിക്കുന്ന എല്ലാ സുന്നി വിഭാഗങ്ങളും ഒരേ മനസ്സോടുകൂടെ അതിനെതിരെ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കപ്പെട്ടപ്പോ ഇന്ത്യ രാജ്യം തന്നെ ഞെട്ടി നിൽക്കുമാർ അതിജനാവലിയോടുകൂടെ വിജയിച്ച് ആ ഒരു റാലി കാണുകയും അനുഭവിച്ചവരുമാണ് നാം.
എവിടെ നമ്മൾ റാലി നടത്തുമ്പോഴും ഏത് പ്രതിഷേധങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുമ്പോഴും നമുക്കുള്ള ഏറ്റവും വലിയ ആയുധം അത് ദുആ ആണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ രണാങ്കളത്തിലേക്ക് പോയപ്പോ ആ ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി 5000-ൽ പരന്ന മലായിക്കത്തുകൾ അല്ലാഹു തആല ഇറക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താണുകയാണ് റബ്ബിനോട് പറയാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം അത് നമ്മുടെ പ്രാർത്ഥനയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഞാൻ ദുആയിരുന്നാൽ അല്ലാഹുവിനെ കബൂലാക്കോ? ഞാൻ പറഞ്ഞ അല്ലാഹുവിനെ കേൾക്കോ? ഞാൻ പറഞ്ഞ അല്ലാഹു തആല അത് സ്വീകരിക്കോ? ഇങ്ങനെ ഒരു ഇടയാട്ടത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കരുത്. ഞാൻ ദുആയിരുന്നാൽ ഞാൻ എന്റെ രക്ഷിതാവായ അല്ലാഹുവിനോടാണ്, റബ്ബായ റബ്ബിനോട് ഞാൻ ദുആയിരക്കുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും. അതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. മഹാന്മാരായ മുഹദ്ദിസുകളെ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു പറഞ്ഞു, ലിയകുനി ദാഇ റബ്ബഹു അലാ യഖീനിൻ ബിഅന്ന അല്ലാഹ യുജീബ്. ഏതൊരു ദ്വായിരക്കുന്നവന്റെയും അചഞ്ചലമായ വിശ്വാസം മേലായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം തരുമെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലായിരിക്കണം. കാരണം ഏതൊരു വിഷയം മറ്റൊരാളോട് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന വസ്തുവിനെ തിരിച്ചു തരാതിരിക്കുന്നതിന്റെ കാരണം ലിഅന്ന റദ്ദ ദുആഇ ഇമ്മാലിൽ അജ്സി ഫീ ഇജാബതിഹി. ചോദിച്ചത് അല്ലാഹു തആല തരൂല എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു തആലയോട് ചോദിക്കുമ്പോൾ ആ അല്ലാഹു തആല ചോദിക്കുന്നത് തരാതിരിക്കണമെങ്കിൽ ഇമ്മാലിൽ അജ്സി ഫീ ഇജാബതിഹി, ഒന്നിരിക്കൽ ഉത്തരം കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും, അല്ലാഹു തആലയുടെ കൈവശം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ഒരാള് സാമ്പത്തികമായ ശേഷിക്ക് വേണ്ടി ദുആയിരക്കുമ്പോൾ റബ്ബിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ അവന് അല്ലാഹു സാമ്പത്തിക ശേഷി കൊടുക്കാതിരിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിർവാഹമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കണമെങ്കിൽ ഇമ്മാലിൽ അജ്സി ഫീ ഇജാബതി, ചോദിക്കുന്നത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും. അതല്ലെങ്കിലോ മഹാന്മാരായ അയിമ്മത്തുകൾ പറയുകയാണ്, ഔലി അദമി കറമിൻ ഫിൽ മദ്ഉവി, ദുആയിരക്കപ്പെടുന്ന അല്ലാഹു തആല ഒരു മാന്യനല്ലാത്തത് കൊണ്ടായിരിക്കും. ചോദിച്ചാ കൊടുക്കാത്ത ആളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അറുപിശുക്കനാണ്. ഉണ്ടായാലും കൊടുക്കാത്തൊരു എരക്കനാണ്. അങ്ങനെ ഒരു എരക്കനായത് കൊണ്ടായിരിക്കും ചിലപ്പോ കൊടുക്കാതിരിക്കുന്നത്. അതല്ലെങ്കിലോ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുന്നത് ഇമ്മാലി അദമി ഇൽമിൽ മദ്ഉവി ബിദുആഇ ദാഇ, ചോദിക്കുന്നവന്റെ ദുആ അറിയാത്തത് കൊണ്ടായിരിക്കും. ഈ 3 കാരണങ്ങൾ കൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുകയുള്ളൂ. എന്നിട്ട് മഹാന്മാരായ അയിമ്മത്തുകൾ പറയാണ്, വഹാദിഹിൽ അശിയാഉ മുന്തഫിയത്തുൻ അനില്ലാഹ്. ഈ 3 കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കാൻ പറ്റൂല. അല്ലാഹു തആലക്ക് കഴിവില്ല എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു തആല മാന്യനല്ല, പിശുക്കനാണെന്ന് പറയാൻ പറ്റൂ? അതും പറ്റൂല. നേരെ മറിച്ച് അതുപോലെ അല്ലാഹു നമ്മുടെ ദുആ കേൾക്കാത്തവനാണെന്ന് പറയാനും പറ്റൂല. നേരെ മറിച്ച് ഫഇന്നഹു ആലിമുൻ കരീമുൻ ഖാദിറുൻ ലാ മാനിഅ മിനൽ ഇജാബ,
ഉത്തരം കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ശക്തിക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നവനാണ്. നമ്മുടെ മനസ്സിനകത്തുള്ളത് അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു ഏറ്റവും വലിയ മാന്യനാണ്. അല്ലാഹു തആല കൊടുക്കാൻ കഴിവുള്ളവനുമാണ്. ഈ മൂന്ന് വിഷയത്തിലും യജമാനനായ റബ്ബ് തആല ഈ വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ ഉറപ്പിച്ച് ചോദിക്കണമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കിട്ടുന്നുള്ള ഉറപ്പോടുകൂടെ ചോദിക്കണം. കിട്ടുവോ ഇല്ലേ ഈ ഒരു ചിന്തയോടുകൂടെ ദുആയിരക്ക് നമ്മളെല്ലാവരും ദുആയിരക്കാൻ പറയാം. ഉസ്താദേ ദുആയിരക്കാൻ കേട്ടോ, ഇൻഷാ അല്ലാഹ് നിങ്ങളും ദുആയിരക്കും. സ്വാഭാവികമായിട്ട് അങ്ങോട്ടും പറയും. നമ്മളൊക്കെ ദുആയിരുന്നിട്ട് എന്താണ് ഉസ്താദേ, നമ്മളെയൊക്കെ അല്ലാഹ് കേൾക്കോ, നമ്മളെയൊക്കെ അല്ലാഹു പരിഗണിക്കോ? ഇതൊരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതല്ല. എല്ലാരും സ്വീകരിക്കുന്നവനാണ് അല്ലാഹ്. അള്ളാന്റെ മുമ്പിൽ തങ്ങളും, അള്ളാന്റെ മുമ്പിൽ ആലിമും, അള്ളാന്റെ മുമ്പിൽ സാധാരണക്കാരനും പ്രവർത്തകനും എല്ലാവരും സങ്കടം ആര് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കും. പിന്നെ നമ്മളൊക്കെ ഇത്രയും ദ്വാരുന്നതാണ് ഉത്തരം കിട്ടാത്ത ഇത്രങ്ങോനും കാലായി പറയണേ. ഒരുപാട് കാലമായല്ലോ ദ്വാരക്കാൻ തുടങ്ങിയിട്ട്. എത്ര ദ്വാരുന്നത് ഇജാബത്ത് കിട്ടുന്നില്ലല്ലോ ഉസ്താദേ. 10-25 കൊല്ലായി കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല, ദ്വാരക്കാത്ത ദിവസങ്ങളില്ല. ദ്വാരക്കാ ദിവസത്തെ ഉത്തരം കിട്ടാത്ത മഹാനായ ബഹുമാനപ്പെട്ട അബൂ ഹാമിദിനിൽ ഗസാലി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടണമെങ്കിൽ 7 നിബന്ധനകൾ ഒത്തിണങ്ങണം. ഒരൊറ്റ ദുആക്ക് തന്നെ 7 നിബന്ധനകൾ വെക്കണം. 7 നിബന്ധനയോടുകൂടെയാണ് നിങ്ങൾ ദുആയിരക്കുന്നതെങ്കിൽ എന്തായാലും ഉത്തരം കൊടുക്കും. ബഹുമാനപ്പെട്ട അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഒന്നാമത്തെ നിബന്ധന അത്തളറു, ചോദിക്കുന്നത് താഴ്മയോടുകൂടെ ചോദിക്കണം. താഴ്മയോടുകൂടെ അള്ളാഹിനോട് കെഞ്ചുക. മലപ്പുറം ഭാഷ പറഞ്ഞ കെഞ്ചി ചോദിക്കുക. നമ്മുടെ ഭാഷ പറഞ്ഞ തെണ്ട് ചോദിക്കുമ്പോ താഴ്മയോടുകൂടെ ചോദിക്കണം. ആ താഴ്മ ചോദ്യത്തിന് മാത്രമല്ല, നമ്മുടെ ഇരുത്തത്തിൽ ആ താഴ്മ വേണം. നമ്മുടെ പിടുത്തത്തിലൊരു താഴ്മ വേണം. ഇന്ന് സാധാരണ ഈ കർണാടകയിലെ വിഷയമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കേരളത്തിലൊക്കെ പൊതുവെ ദ്വായിരക്കുമ്പോ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പിടിക്കാം അല്ലേ, ഇങ്ങനെ പിടിക്കും ദ്വാരക്കുമ്പോ. അത് വലിയ ഉസ്താദന്മാരും അറിയാതെ പിടിക്കണ്ട്. ഈ ഒരു പിടുത്തം മഹാന്മാരായ ഇമാമിങ്ങളിൽ നിന്ന് കിട്ടിയതല്ല. ഒന്നിരിക്കലും നിങ്ങൾ ദ്വാരക്കുമ്പോ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ ഇതിനാണ് കെഞ്ചുകാരെ കൊണ്ടടിച്ചു. ഒന്ന് നോക്കടിച്ചു, എന്റെ കടന്നു വീട്ടിക്കൊണ്ടടിച്ചു, എന്റെ രോഗം ഒന്ന് മാറ്റിക്കൊണ്ടടിച്ചു, എനിക്ക് കുട്ടികളില്ല ഒരു കുട്ടിനെ കൊണ്ടടിച്ചു. താഴ്മയോടുകൂടി ആ പിടുത്തത്തിലുണ്ട് താഴ്മ. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കോലുണ്ട്. ദുആയിരക്കുമ്പോ എങ്ങനെ പിടിക്കും? ഖലീൽ തങ്ങൾ ബാപ്പയൊക്കെ എങ്ങനെ പിടിക്കാം? ഇങ്ങനെ പിടിക്കും. ആ പിടിക്കലിന്റെ അർത്ഥം എന്താ? പഠിച്ചോനെ നിന്റെ നിയമത്തല്ലേ കുറേ കൊണ്ട. നമ്മൾ ഒരു കിലോ പഞ്ചസാര വാങ്ങൽ എങ്ങനെയാ വാങ്ങല്ലേ? 1 കിൻഡൽ പഞ്ചസാരയാണെങ്കിലോ ഇങ്ങനെ വാങ്ങോ? അപ്പൊ ഇങ്ങനെ വാങ്ങും. അന്തേ കുറെ കൊണ്ടോടെ എനിക്ക് സമ്പത്ത് കുറെ കൊണ്ടോടെ ചോദിക്കണ അള്ളഹാനോടല്ലേ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമ്മൾ ചോദിക്കുമ്പോ നല്ല കനത്തിൽ ചോദിക്കുക. ഒരു 3 സെന്റ് സ്ഥലം, ഒരു ചെറിയ വീട്, അതിന് ആവശ്യമില്ലല്ലോ. 1 ഏക്കർ സ്ഥലം, ഒരു 2 അടി വീട് ചോദിക്കാലോ. അള്ളാന്റെ ഒക്കെ അല്ലേ, ഇല്ലാത്ത ആളോടല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്.
മഹാന്മാരായ ആലിമീങ്ങള്, സൂഫിയാക്കള്, പണ്ഡിതന്മാർ, അയിമ്മത്തുകൾ പറയുന്നുണ്ട്, ഒരാൾക്ക് സാമ്പത്തിക ശേഷി കിട്ടാൻ വേണ്ടി ദുആയിരക്കുകയാണെങ്കിൽ, സാമ്പത്തിക ശേഷിക്ക് വേണ്ടി ദുആയിരക്കുമ്പോ അല്ലാഹുവേ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി കൊണ്ടാന്ന് ദുആയിരക്കണം. ഈ വർഷവും ഞാൻ സക്കാത്ത് വാങ്ങി, അടുത്ത വർഷം സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി കൊണ്ടല്ല. അങ്ങനെ വരക്കണം. ഒരുപാട് പള്ളികൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, ഒരു പള്ളി ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി കൊണ്ടല്ല. ധാരാളം മുതഅല്ലിമീങ്ങൾ ഇവിടെ പഠിച്ചു വളരുന്നുണ്ട്. ഒരു 100 മുതഅല്ലിമീങ്ങളെ ചെലവ് കൊടുത്ത് വളർത്താനുള്ള അവസരം എനിക്ക് സാമ്പത്തിക ശേഷി കൊണ്ടല്ല. കല്യാണം കഴിക്കാൻ പ്രയാസപ്പെടുന്ന പെൺകുട്ടികളുടെ കല്യാണ ചെലവിലേക്ക് ഒരു പെൺകുട്ടിയെങ്കിലും കെട്ടിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി കൊണ്ടല്ല. ഫക്കീറന്മാരായ, മിസ്കീനന്മാരായ, വീടില്ലാത്ത, പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗ ചികിത്സക്ക് വേണ്ടിയുള്ള സഹായം കൊടുക്കാനുള്ള സാമ്പത്തികമായ ശേഷി ഞങ്ങൾക്കെല്ലാം നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം, ഒരു 2 കോടി കൊണ്ട് അങ്ങനെയൊന്നും ചോദിക്കരുത്. നമ്മൾ വേറുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചോദിക്കുമ്പോ അല്ലാഹു തആല അതിനുള്ള വഴി തുറന്നു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്കും പൈസയും വേണ്ട, ആമീൻ പറയാനൊരു മടി. അല്ലാഹു നല്ല സാമ്പത്തിക ശേഷി തരട്ടെ. 27 രാവിലെ ഇങ്ങനെ കഴിഞ്ഞ് വീട്ടിക്ക് പൈസയൊക്കെ മുതലാളിമാര് തന്നതൊക്കെ ഇങ്ങനെ എണ്ണും. കഴിഞ്ഞൊല്ലത്ത് അത്ര അല്ലല്ലോ, അടുത്തൊല്ലതിലേറെ കൂടുതൽ കൊണ്ടല്ല. ഇതാണ് നമ്മളെ ദുആ. ഇതിന്റെ അർത്ഥം എന്താ? അടുത്തല്ലോ ഞാൻ ഈ ദാരിദ്ര്യനായി തന്നെ നിൽക്കണം, ഈ മിസ്കീനായിട്ട് തന്നെ നിൽക്കണം. അടുത്തല്ല ഇതേമാതിരി മുതലാളിമാരെ തെണ്ടാൻ പോകണം, എന്നിട്ട് ഓലേക്കുന്ന പൈസ കിട്ടണം. അപ്പോഴും ഞമ്മക്ക് കുണം കിട്ടണം. നല്ലതുമായിരിക്കും. അടുത്ത കൊല്ലം സക്കാത്ത് കൊടുക്കാനുള്ള ശേഷി കൊണ്ടല്ല. ഈ തരത്തിൽ ദുആയിരക്കണം. ചോദിക്കുന്ന ചോദ്യം താഴ്മയോടുകൂടെയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്, റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ രക്ഷിതാവാണ് ഇത് തരേണ്ടവൻ. ഞാനൊരു അടിമയാണ്, ചോദിക്കുന്നത് എന്റെ ഉടമയോടാണ്. ആ ഉടമയോട് ചോദിക്കുമ്പോൾ അടിമയായ ഞാൻ ചോദിക്കേണ്ട ഒരു ശൈലിയുണ്ട്. എന്റെ ചോദ്യത്തിൽ അദബകേട് വരാൻ പാടില്ല. ദുആയിരക്കുമ്പോൾ ഇരുത്തത്തിൽ അദബകേട് വരാൻ പാടില്ല, പിടുത്തത്തിൽ അദബകേട് വരാൻ പാടില്ല. താഴ്മയോടുകൂടെ ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് മഹാരഥന്മാരായ അയിമ്മത്തുകളെ രേഖപ്പെടുത്തുമ്പോൾ, ഓ എന്റെ സഹോദരന്മാരെ, ഇന്ന് പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ ദുആയിരക്കും. അപ്പൊ പിന്നെ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ചുമരിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കാണ്. അവര് കിവിലൊക്കെ കാലം നീട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും, മടിയിൽ കയ്യും വെച്ച്. വേണമെങ്കിൽ തന്ന റബ്ബേ, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നാ മതി, എനിക്കത്ര വലിയ നിർബന്ധമൊന്നുമില്ല. സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ചുക്കും വരാനില്ല എന്ന ഇരുത്തം ഇരുന്നിട്ട് നമ്മൾ ദുആ ഇരുന്നാൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം തരൂല. അല്ലാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹു ദുആക്ക് ഇജാബത്ത് തരട്ടെ. അപ്പൊ ഒരു നിബന്ധനയാണ് താഴ്മ. രണ്ടാമത് ബഹുമാനപ്പെട്ട അബൂ ഹാമിദിൽ ഗസാലി തങ്ങൾ പറഞ്ഞാൽ ഖൗഫ്. ചോദിക്കും വലിയ പേടി വേണം. പേടിയോടുകൂടെ ചോദിക്കണം. അല്ലാഹുവിനോടാ ചോദിക്കുന്നത്. എന്റെ വാക്കുകൾ പാളിപ്പോകാൻ പാടില്ല, എന്റെ ചോദ്യം പിഴവ് സംഭവിക്കാൻ പാടില്ല. അല്ലാഹുവിനോട് ദുആയിരക്കുമ്പോൾ പേടിയോടുകൂടെ ചോദിക്കണം. മൂന്നാമത്തെ നിബന്ധന മഹാന്മാരായ അയിമ്മത്തുകളെ രേഖപ്പെടുത്തുകയാണ്. വറജാ, കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണം. എന്റെ റബ്ബെന്നെ കൈവിടൂലല്ലോ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആശ മുറിയരുതെന്ന് പരിശുദ്ധ ഖുർആൻ. ഓ
ഓ എന്റെ സഹോദരന്മാരെ, ആയതുപോലെ അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആലിമീങ്ങൾ വീണ്ടും പറയട്ടെ, നാലാമത്തെ നിബന്ധന വഅദുമുൽ ഇസ്തിഅജാലി ബിൽ ഇജാബ. പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഇന്ന് രാത്രി ചോദിച്ചാൽ നാളെ തന്നെ മറുപടി. വഅദുമുൽ ഇസ്തിഅജാലി ബിൽ ഇജാബ. എന്തപ്പത് കിട്ടാത്തെ, എന്തപ്പത് തിരിഞ്ഞോക്കാത്തെ? ഞാൻ ഇന്നലെ കുറേ ദ്വാരുന്നല്ലോ, പാതിരാത്രി മുഴുവനും ഞാൻ കരഞ്ഞല്ലോ. എന്തിപ്പോ രാവിലെ ആയി, സമയായി, സാധനം കിട്ടിയില്ലല്ലോ. പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുള്ള ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ആവശ്യമുള്ളത് എന്റെ റബ്ബ് എനിക്ക് തന്നോളും. അല്ലാഹു നമുക്കൊക്കെ സലാമത്ത് തരട്ടെ, അല്ലാഹു സലാമത്ത് തരട്ടെ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആലോചിച്ചോ കാണി, ഞാനും നിങ്ങളൊക്കെ അല്ലേ വലിയ കോടീശ്വരന്മാര്. നമ്മളൊക്കെ വലിയ കോടീശ്വരന്മാരാ, വലിയ കോടീശ്വരന്മാർ. നമ്മളാ കോവിഡിന്റെ നേരത്ത് ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ പെടിക്കുന്ന സമയത്ത് ഒരു സാധനം വെച്ചിനല്ലോ അവസ്ഥ. ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം എന്താണ്, ഓക്സിജൻ കിട്ടുന്ന സിലിണ്ടർ പറയില്ല ഇവിടെ. ആ ഓക്സിജൻ സിലിണ്ടർ എത്ര, എവിടെയാണ് പൈസ എത്ര? ഇങ്ങളെന്തങ്ങനെ ഒരു ഉസാറിലായിരിക്കും. എത്രയാണ് ഒരു കുറ്റിക്ക്? ഒരു 2000 രൂപ വേണ്ടി വരും അല്ലേ? ഉണ്ടല്ലേ? ആ 1000 രൂപയ്ക്ക് മറ്റേ കുറ്റി, ഗ്യാസും കുറ്റി, അതുകൂടെ ചർച്ച. നമ്മള് ഓക്സിജൻ കുറ്റിന്റെ കാര്യമാണ്. ആ ഓക്സിജന് 2000 രൂപ എടുത്ത് നമ്മൾ വാങ്ങിയാൽ ഉപയോഗിക്കണ എത്രയാ? അത് കുറഞ്ഞ സമയം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സാധനം കാലിയാവും. ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം 3-4 ആയില്ലേ. നമ്മളിപ്പോ സിലിണ്ടർ വാങ്ങണില്ലല്ലോ. ശ്വാസം ഇങ്ങനെ വിടുന്നുണ്ടല്ലോ, വരുന്നതിനനുസരിച്ച് പോണീനനുസരിച്ച് ഇതാ പോണ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ ശ്വാസൊക്കെ അതൊക്കെ ഓക്സിജൻ സിലിണ്ടറിൽ ആക്കിയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുകയാണ്. ഞാനും നിങ്ങളൊക്കെ ആരാ ഇത് വിൽക്കാൻ പറ്റാത്തോണ്ടല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല തന്ന വലിയ നിഅമത്താണത്. ശ്വാസം കിട്ടാതെ പിടയുന്നൊരവസ്ഥ. കോവിഡ് കാലങ്ങളിൽ മനുഷ്യന്മാര് പിടയുന്ന ഓരോ രംഗങ്ങൾ കാണുമ്പോ ഓ എന്റെ മുഅ്മിനീങ്ങളെ, മേലായ റബ്ബ് തആല തന്ന ഏറ്റവും വലിയ നിഅമത്ത് ആരോഗ്യം. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞമ്മക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. നല്ല സമ്പന്നരായ ആചാര, എന്താണ് ആചാര്യ ബിസിനസിന്റെ മട്ടക്ക അങ്ങനെ പോണ്. ഒരു അൽഹംദുലില്ല മനസ്സറിഞ്ഞു പറയാൻ നമ്മള് പിഷ്കന്മാരാ. ഒരു അൽഹംദുലില്ല നമ്മൾ പറയൂല. ഞാൻ നമ്മളെ സുഹൃത്തിനെ വിളിച്ച് കോവിഡ് സമയത്താ വിളിച്ചത്. അപ്പൊ അയാളെ വിളിച്ച മോനെ എങ്ങനെയുണ്ട്, റാഹത്തന്നെ അല്ലേ? കബീർക്കാന്ന് അയാളെ പേര്. അതിൽ അയാള് പറഞ്ഞു, ഉസ്താദേ അൽഹംദുലില്ലാ. അപ്പൊ ഞാനും മനസ്സിലാക്കി എന്റെ ഇപ്പൊ വയതിന് വന്ന അയാള് നന്നായി. കാരണം എന്തേ, ആ ചോദ്യത്തിന്റെ ഉടനെ തന്നെ അൽഹംദുലില്ലാ പറയില്ലേ. അപ്പൊ എന്നിട്ട് പിന്നെ അടുത്ത വാക്ക് അയാൾ പറഞ്ഞു, ഉസ്താദേ അതൊരു ഓളത്തിൽ പറഞ്ഞാട്ടോ, വലിയ സുഖമൊന്നുമില്ല. അതങ്ങ് പറഞ്ഞു പോയതാ. നമ്മള് പറയില്ല അൽഹംദുലില്ലാ, നമ്മൾ പറയില്ല അൽഹംദുലില്ലാ പറയില്ല. ആ തിരക്കേടില്ല, അങ്ങനെ പോണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഏത് വിഷമം വന്നാലും യജമാനനായ റബ്ബ് തആല മുസീബത്ത് നൽകിയാലും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിഅമത്താണ്. നിങ്ങൾക്കറിയോ അക്ബർ ചക്രവർത്തി ദീനി ഇലാഹി എന്ന് പറഞ്ഞ പുതിയ മതം സ്ഥാപിച്ച രാജാവാണ് അക്ബർ ചക്രവർത്തി. ആ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മന്ത്രിയായ ബീർബലും കൂടെ ഒരു കാട്ടിലേക്ക് വേട്ടയാടാൻ പോയി.
അപ്പൊ അങ്ങനെ പോണടിയില് വേട്ടയാടാൻ പോയ അക്ബർ ചക്രവർത്തിയുടെ കൈക്കൊരു മുറിയുണ്ടായി. മുറി വെച്ച് അപ്പൊ ചോരയൊക്കെ വന്നു. അപ്പൊ ബഹുമാനപ്പെട്ട ബീർബർ പറഞ്ഞു, മന്ത്രി പറഞ്ഞു, ഇതൊന്നും വിഷയാക്കണ്ട. മുഅ്മിനായ മനുഷ്യന് ഒരു മുസീബത്ത് വന്നാല് അതിന്റെ പിന്നിലൊരു നിയമത്തും കൂടെ ഉണ്ടാവുന്ന. ബെരല് മുറിഞ്ഞതല്ലേ, ചോര വന്നതല്ലേ. ബീർബൽ പറഞ്ഞതൊന്നൊരു വിഷയാക്കണ്ട, കുറച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു നിയമത്ത് വേറെ ഉണ്ടാവും. അക്ബർ ചക്രവർത്തിക്കല്ലേ വരുത്തായത്. ഇയാള് ബീർബലിനെ പിടിച്ചുകൊണ്ട് ഒറ്റത്തള്ളി കിണറിൽ പോയി വീണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാണ്ടല്ലേ, കിണർ നീ കുറ്റി കാണിച്ചിട്ടൊന്നും വേണ്ടല്ലോ, കിണറ്റിക്ക് തള്ളിട്ട്. ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് നിയമത്തുണ്ടാവില്ല, അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ അക്ബർ ചക്രവർത്തി പോയി, കുറേ പോയപ്പോ കാട്ടുവാസികളായ കുറച്ച് ആൾക്കാര് അക്ബർ ചക്രവർത്തിനെ വളഞ്ഞിട്ട് അവരുടെ മൂപ്പന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ സംഭവം എന്താണ്? ഓൽക്ക് വനദേവതക്ക് ഇന്നൊരു മനുഷ്യന്റെ ചോര കൊടുക്കണം, ഒരു മനുഷ്യന്റെ ചോര കൊടുക്കണം. അപ്പൊ അക്ബറിനെ കിട്ടിയ സന്തോഷാണ് അവർക്ക്. അക്ബർ ചക്രവർത്തിനെ കൊണ്ടുപോയി വനദേവതക്ക് സമർപ്പിക്കുമ്പോ മൂപ്പം വന്ന് പരിശോധിച്ച് അപ്പൊ പറഞ്ഞ പരിക്കുണ്ട്, കൈക്ക് മുറിയുണ്ട്. അയ്ബുള്ളത് ഉളുഹിയത്തിന് പറ്റൂല എന്ന് പറഞ്ഞ മാതിരി വനദേവതക്ക് മുറിയുള്ളതൊന്നും പറ്റൂല. മുറിയില്ലാത്ത കേടുപാടില്ലാത്ത ആളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അക്ബർ ചക്രവർത്തിനെ തിരിച്ചയച്ചു. അപ്പൊ അക്ബർ ചക്രവർത്തി കാര്യം ബോധ്യപ്പെട്ടു. ആ മുറി പറ്റിയത് വേദനയും പിന്നെ വലിയൊരു നിയമത്ത് കിട്ടിയാലോ. ഇത് എന്നോട് പറഞ്ഞ എന്റെ ബീർബലിനെ ഞാൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അയാളെ പോയി രക്ഷപ്പെടുത്തണം എന്നുള്ളതൊക്കെ കിണറിന്റെ അടുക്കൽ പോയി ബീർബലിന് ഒരു വള്ളിയിട്ട് ഇയാളെ രക്ഷപ്പെടുത്തി. ബീർബൽ മുകളിലേക്ക് കയറിയിട്ട് പറഞ്ഞ് അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷായി, ഇങ്ങളെ വനദേവത കഴിച്ചിലാക്കി, വനദേവതക്ക് നിങ്ങളെ കൊടുത്തില്ല. ഞാനെങ്ങാനും നിങ്ങളെ കൂടെ വരികയാണെങ്കിൽ, നിങ്ങളെങ്ങാനും എന്നെ കിണറ്റിലേക്ക് വലിച്ചിട്ടില്ലെങ്കിൽ എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, എന്റെ ശരീരത്തിന് ഒരു പ്രശ്നമില്ല, എന്നെ വനദേവതക്ക് വേണ്ടി സമർപ്പിക്കുമായിരുന്നു. അല്ലാഹു തആല കിണറ്റിലേക്ക് വലിച്ചെറിയാൻ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചു. എനിക്കൊരു ചെറിയ അപകടം പറ്റി, എന്നാലും വലിയൊരു അപകടത്തിൽ നിന്ന് അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു ചെറിയ മുള്ള് തട്ടിയാൽ ചെറിയൊരു വിഷമം വരും, അത് ഖൈർ, എല്ലാ മുഅ്മിനീങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ നോക്ക്, വഖഫ് ബോർഡിന്റെ ബില്ല് ഞമ്മക്ക് തലകുത്തനെയായി പാസ്സാക്കിയപ്പോ സുന്നി മക്കൾ ഒരുമിച്ച് കൂടണ ആ ഒരു വലിയ പ്രതിഷേധം കണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ? ഇനി മെയ് 4-ാം തീയതി കേരളത്തിലെ ബഹുമാനപ്പെട്ട സുൽത്താനുലമ ഉസ്താദിന്റെയും സയ്യിദുലുലമ തങ്ങളവറുകളുടെയും മൗലാന നജീബ് ഉസ്താദിന്റെയും ദക്ഷിണ കേരള ജമിയത്തുലുലമയുടെയും 4 വിഭാഗം സുന്നികൾ മാത്രം ഒരുമിച്ച് കൂടി ഒരു വഹാബിയെയും അടുപ്പിക്കുന്നില്ല, ഒരു ജമാഅത്തുകാരനും വേണ്ട, ഒരു കുരുട്ട് ബുദ്ധിക്കാരനും വേണ്ട. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ വെട്ടിമുറിച്ച് സ്വന്തം പാർട്ടി വളർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും വേണ്ട. സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന 4 സംഘടനയുടെ നേതാക്കളും ഒരുമിച്ച് കൂട്ടുന്ന ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളനം, പ്രതിഷേധ റാലി അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഞമ്മക്ക് കാണാൻ അല്ലാഹു തആല ഒരു അവസരം തരികയാണ്. ബില്ല് പാസ്സായിക്കണമെങ്കിലും ഹൈക്കോടതി നമുക്ക് അതിന് അനുകൂലമായ വിധി വന്നിട്ടുണ്ട്. അല്ലാഹു വിധിച്ചു തരട്ടെ, അല്ലാഹു നമുക്ക് നല്ല അനുകൂലാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ചിലത് നമ്മൾ കേൾക്കുമ്പോൾ ബേജാറാവും, പക്ഷെ അതിന്റെ പിന്നിൽ വലിയ നിഅമത്തുകൾ ഉണ്ടാകും. മഹാനായ ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുന്നു, നിനക്ക് ഉത്തരം കിട്ടണോ, വഅദമുൽ ഇസ്തിഅജാലി ബിൽ ഇജാബ, പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുള്ള ധാരണയുണ്ടാകാൻ
പാടില്ല. ബഹുമാനപ്പെട്ടവരെ വിശദീകരിക്കുന്ന അഞ്ചാമത്തത് നിന്റെ ദുആ നിനക്ക് വേണ്ടി മാത്രമാകരുത്. നിനക്ക് വേണ്ടി മാത്രമുള്ള ദുആ ആകരുത്. നിന്റെ കുടുംബത്തിന് മാത്രമുള്ള ദുആ ആകരുത്. ക്യാൻസർ രോഗം ബാധിച്ച റബ്ബിനോട് ദുആ ഇരക്കുന്നവൻ എന്റെ രോഗം മാറണേ എന്ന് ദുആ ഇരക്കുന്നതിന് പകരം ഈ ലോകത്ത് ഏതെല്ലാം മനുഷ്യർ ഏതെല്ലാം വേദനിക്കുന്ന രോഗികളുണ്ടോ എല്ലാവരുടെ രോഗവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സ്വന്തം ശരീരത്തിനും സ്വന്തം വ്യക്തിത്വത്തിനും സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രം ദുആ ഇരക്കത് അതിന് ഉത്തരം കിട്ടൂല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പരിശുദ്ധ നിസ്കാരത്തിൽ പരിശുദ്ധ ഫാത്തിഹയിൽ നമ്മളോട് ദുആ ഇരക്കാൻ പറഞ്ഞതും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഞങ്ങൾക്ക് ഹിദായത്ത് കൊണ്ട് അല്ലാഹ്. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം കൂട്ടമായിട്ടിരുന്ന് ദുആ ഇരക്കുക. മൊത്തം ആളുകൾക്ക് വേണ്ടി ദുആ ഇരക്കുക. ഒരാൾ ദുആ ഇരക്കുമ്പോ മറ്റുള്ളവർ ആമീൻ പറയുക എന്നത് ആരംഭ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് മഹാന്മാരായ സ്വഹാബികളെ കണ്ടവരാണ്. താബീങ്ങളിലേക്ക് അത് കൈമാറിയതാണ്. അതാണ് ഇന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളികളിൽ നിന്ന് ഓരോ നിസ്കാരം കഴിഞ്ഞാൽ അവിടത്തെ ഇമാമ് ദുആ ഇരക്കും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അല്ലാഹുവേ ഞങ്ങൾ ദുആ ഇരക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു. പിന്നിലുള്ള മുഅ്മിനീങ്ങൾ ആമീൻ എന്ന് പറയുമ്പോ അവിടെയുമുണ്ട് അല്ലാ യഖുസ്സ നഫ്സഹു ദുആ കൊണ്ട് സ്വന്തത്തിന് വേണ്ടി മാത്രം ദുആ ഇരക്കാതിരിക്കുക. അവസാനം മഹാനവരുകൾ പറയാണ് അല്ലാ യുഖാലിത്തൽ ഹറാമ ഫി ത്വആമി വസ്സൗബി വമകാനി ദുആ. ദുആ ഇരക്കുന്നവനോ ദുആ ഇരക്കുന്നവൻ ധരിച്ച വസ്ത്രമോ ദുആ ഇരക്കുന്ന ഇടമോ അവൻ കഴിച്ച ഭക്ഷണമോ കുടിച്ച വെള്ളമോ ഇതൊന്നും ഹറാമിനോട് കൂടിക്കലരാൻ പാടില്ല. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഏത് മേഖലകളിലും പലിശകൾ വന്നുപോയി. പലിശയില്ലാത്ത ഒരു ഇടപാടും ഇപ്പോ നടക്കുന്നില്ല. ആരായാലും ബാങ്ക് മുഖാന്തരമല്ലാതെ ഇടപാട് നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോ നമ്മുടെ ചില ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കാതെ വരും, വിശദീകരിക്കുന്നില്ല. അവസാനം മഹാന്മാരായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ് ഓ എന്റെ മുഅ്മിനെ ഫൽയൽസം ഹുദൂറുൽ ഖൽബി വഹുസ്നുൽ ളന്നി ബില്ലാഹ്. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം കേട്ടോ. അല്ലാഹനെ കുറിച്ച് നല്ല ധാരണയോടുകൂടെ ചോദിക്കണം കേട്ടോ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ചോദിക്കണം കേട്ടോ. കാരണം അങ്ങനെ ദുആ ഇരുന്നാൽ അല്ലാഹു ഇജാബത്ത് കൊടുക്കും. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിക്കി തങ്ങൾ അവിടുത്തെ റൂൽ ബയാനിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പറ്റം ആളുകൾ സുബ്ഹാനല്ലാഹ് കഅബാലയത്തിന് ഹജ്ജിന് പോകുന്നു. കഅബാലയത്തിൽ അവർ ഹജ്ജിന് പോയി. ഒരുപാട് മുഅ്മിനീങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അവർ ഹജ്ജിന് പോയതാണ്. സുബ്ഹാനല്ലാഹ് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വദാഇന്റെ തവാഫ് ചെയ്യണല്ലോ. മക്കയോടെ യാത്ര പറയുന്ന അവസാനത്തെ തവാഫ്. ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ ഹജ്ജാജിമാരുടെ കൂടെ പോയവരെ കൂട്ടത്തില് തീരെ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനും കൂടെ ഉണ്ടായിരുന്നു. അയാൾക്ക് അന്തല്ല ബുദ്ധി കുറവ്, ചെറിയൊരു കമ്മി. ആ കമ്മിയുള്ള ആള് ഹജ്ജിന് പോയിട്ടുണ്ട്. ഇയാള് തവാഫ് ചെയ്ത് വദാഇന്റെ തവാഫ് ചെയ്ത് തിരിച്ചു വരുമ്പോ കൂടെയുള്ള ഒരാൾ ചോദിച്ചു, അല്ല എന്റെ ഹജ്ജ് കഴിഞ്ഞു? ഓ ഹജ്ജ് കഴിഞ്ഞു. പോകാനുള്ള പരിപാടി? ആ പോകാനുള്ള പരിപാടി. എന്നിട്ട് നിനക്ക്
നരകമോചനത്തിന്റെ കത്ത് അല്ലാഹു തആല തന്നോ? ഇയാളെ കളിയാക്കിയതാണ്. നരകമോചനത്തിന്റെ കത്ത് അല്ലാഹു തആല നിനക്ക് ഒപ്പിട്ട് തന്നോ? ഇയാളിത് കേട്ടിട്ട് ആകെ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഉണ്ടോ? അല്ലഹത്ത മിനല്ലാഹി ബറാഅതക മിനന്നാർ. നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്ന മോചനപത്രം നീ അല്ലാഹുവിൽ നിന്ന് സ്വീകരിച്ചുവോ? അപ്പൊ ഇയാൾ അത്ഭുതത്തോടു കൂടെ ചോദിച്ചില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കണ്ട മനുഷ്യന്മാർക്കൊക്കെ കിട്ടിയോ? അത് ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ അല്ലാഹു തആല നരകമോചന പത്രം ഇവർക്കൊക്കെ കിട്ടിയോ? ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടില്ല. നല്ലോണം ചോദിച്ചോ. ഇയാള് വിവരമില്ലാത്ത മനുഷ്യനല്ലേ, ബുദ്ധി കുറവുള്ളയാളല്ലേ. സുബ്ഹാനല്ലാഹ്. വന്നാളുകൾക്കൊക്കെ നരകമോചന പത്രം കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ. ഇയാള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഹിജ്റ ഇസ്മായിലിലേക്ക് കയറി ചെന്നു. വതഅല്ലക ബിഅസ്താരിൽ കഅബ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് വജഅല യബ്കി വയത്ലുബ് മിനല്ലാഹി അൻ യുഅതിയഹു കിതാബഹു ബിഇത്ഖിഹി മിനന്നാർ. അല്ലാഹുവേ, ഇവർക്കെല്ലാം നീ നരകമോചനത്തിന്റെ പത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പത്രം കിട്ടിയില്ലല്ലോ, എനിക്കത് കൊണ്ട റബ്ബേ എന്ന് പറഞ്ഞ് കഅബയിലേക്ക് ചേർന്ന് നിന്ന് ഇയാള് കരഞ്ഞ് ഉറക്ക കരഞ്ഞു ദുആയിരക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കൂടെ യാത്ര പോയി ഹജ്ജിന് പോയ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഇയാളടുക്കൽ. സുബ്ഹാനല്ലാഹ്. ജനങ്ങളൊക്കെ പറഞ്ഞു, നീ എന്ത് മനുഷ്യനാണ്, അയാള് നിന്നെ കളിയാക്കാൻ പറഞ്ഞതാണ്. ഇവിടെ അങ്ങനെ ഒരാൾക്കും ഒരു മോചനപത്രവും കിട്ടിയിട്ടില്ലല്ലോ. നിന്നെ കളിയാക്കിയതാണ് മോനെ, നീ അതില് വഞ്ചിക്കപ്പെട്ടവനാണ്. അത് വിശ്വസിച്ച് നീ കരയുകയാണോ? എത്ര പറഞ്ഞിട്ടും ബുദ്ധി കുറവുള്ള മനുഷ്യന് ഇവര് പറയുന്നതിനും വില കൊടുക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല. ബൽ ബഖിയ മുസ്തഖിറൻ അലാ അലിഹി. സുബ്ഹാനല്ലാഹ്. ഇയാൾ ഈ കരച്ചില് തന്നെയാണ് മോചനപത്രം കൊണ്ട് അല്ലാഹ്, നരകമോചന പത്രം കൊണ്ട് റബ്ബേ എന്നിങ്ങനെ ദുആയിരക്കുമ്പോൾ ഇത് സഖത്തത്ത് അലൈഹി വറഖത്തുൻ മിൻ ജിഹത്തിൽ മീസാബ്. കഅബാലയത്തിന്റെ സ്വർണ്ണപ്പാത്തിയുടെ ഭാഗത്തിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഒരു പ്രത്യേക കടലാസ് ഇയാളെ മടിയിലേക്ക് വീഴുകയാണ്. ഫിഹാ മക്തൂബുൻ അന്നഹു ആതികും മിനന്നാർ. ഓ മനുഷ്യ, നീ നരകത്തിൽ നിന്ന് മോചിതനാണ്, നിന്നെ അല്ലാഹ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് തുടങ്ങുന്നൊരു എഴുത്തെഴുതിയ ഒരു കടലാസ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സ്വർണ്ണപ്പാത്തിയുടെ മുകളിൽ നിന്ന് ഈ പാവപ്പെട്ട ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ മടിയിലേക്ക് ചെല്ലുമ്പോ ഇത് കണ്ട് ഇയാള് സന്തോഷിക്കുകയാണ്. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി വായിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് അങ്ങ് ഉത്തരം കൊടുത്തു പോയി. എന്തേ കാരണം? ഫൽയൽസം ഹുദൂറുൽ ഖൽബി ഇൻദ ദുആ. ഏത് സങ്കടം പറയുമ്പോഴും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ പറയണോ, അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണയോടുകൂടെ പറയണോ. മേലായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അതേ എന്റെ മുഅ്മിനീങ്ങളെ, മനസ്സ് വേറെ എവിടെയാണ്. നമ്മളെ ഉള്ളാള് മഖാമിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അവിടെ ദുആയിരക്കുമ്പോ, അവിടെ ഏതെങ്കിലും ഒരു ഉസ്താദ് ദുആക്ക് നേതൃത്വം നൽകുമ്പോ, അവിടെ
സിയാറത്തിന് കൂട്ടമായി സിയാറത്തിന് വന്നവരാണ്. എന്നാലും നമ്മുടെ ചിന്ത അവിടെ സിയാറത്ത് നടക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ് മഖ്ബറക്കുള്ളിലുള്ള ഓരോ കൊത്തുപണികൾ നോക്കി അത് രസം കാണലല്ലേ, അവിടത്തെ കൊടിയുടെ കളറ് കണ്ട് ആസ്വദിക്കലല്ലേ. അല്ലാഹുവേ, ഇവിടെ ഒരാള് സുജൂദ് ചെയ്യുന്നു, വേറെ ഒരാളടാ തലവെക്കുന്നു എന്നിങ്ങനെ അവിടെ മസാലയും അവിടുത്തെ ഓരോ ആളുകള് ദുആഇന്റെ അൽഫാലുകള് ആ ഇബാറത്തിന്റെ ഖത്ത് തെരഞ്ഞു പിടിക്കുന്ന തിരക്കിലാണ്. ദുആയിരക്കുമ്പോൾ ആമീൻ പറയുമ്പോ നമ്മളെ സാന്നിധ്യം ബഹുമാനപ്പെട്ട മദനി തങ്ങളെ മുമ്പില് ഞാൻ ചോദിക്കുന്നത് യജമാനനായ റബ്ബിനോട്, എന്റെ റബ്ബെല്ലാം കാണുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങളെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന റബ്ബാണ്. നിങ്ങളെ മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ അറിയുന്ന റബ്ബാണ്. ഉംറക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ന് നിയ്യത്ത് എന്താണ്? സിയാറത്ത് യാത്ര പോകുമ്പോൾ ഇന്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ഒരു സാമ്പത്തികമായ അതേ വരുമാന മാർഗമായിട്ടാണോ മഖാമുകളിലേക്ക് ചെല്ലുന്നതെങ്കിൽ അല്ലാഹു തആല നിന്റെ സിയാറത്ത് കബൂലാക്കൂല, നമ്മുടെ ദുആ റബ്ബ് സ്വീകരിക്കൂല. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്, റബ്ബിനോട് താണുകയാണ് പറയുന്നുണ്ട്, നെഞ്ഞുപൊട്ടിയിട്ട് റബ്ബിനോട് സങ്കടം പറയുന്നുണ്ട്. എത്ര ദുആയിരുന്നിട്ടും അല്ലാഹു അയാൾക്ക് ഉത്തരം കൊടുക്കാതെ കാണുമ്പോ മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നുപോയി. ലൗ കാനത് ഹാജതുഹു ബിയദി ലഖലൈതുഹാ. അയാൾക്ക് കിട്ടേണ്ട ആവശ്യം എന്റെ കൈവശമുണ്ടെങ്കിൽ ഞാനത് കൊടുക്കുമായിരുന്നു. അക്കോലത്തിലല്ലേ അയാളുടെ കരച്ചില്, അക്കോലത്തിലല്ലേ അയാളുടെ പ്രാർത്ഥന. ലൗ കാനത് ഹാജതുഹു ബിയദി ലഖലൈതുഹാ. അദ്ദേഹത്തിന്റെ ആവശ്യം കിട്ടാനുള്ള കഴിവോ കൊടുക്കാനുള്ള വല്ലതോ എന്റെ കൈവശമുണ്ടെങ്കിൽ ഞാനത് കൊടുക്കുമായിരുന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ലോലമായ മനസ്സിനകത്ത് ലോലമായ ചിന്ത കാണുമ്പോ ഉടനെ തന്നെ ഫഔഹല്ലാഹു ഇലൈഹി, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ല പറയാണ്, ഓ എന്റെ മൂസ നബിയേ, അന അർഹമു ബിഹി മിൻക. അയാളോട് എന്നേക്കാൾ കൂടുതൽ കരുണങ്ങൾക്കാണെന്ന് തോന്നിപ്പോകണ്ട കേട്ടോ. നിങ്ങളെക്കാൾ വലിയ കാരുണ്യവാന് ഞാനാണ്, എന്നേക്കാൾ വലിയ കാരുണ്യവാനൊന്നും ഒരാളും ആകണ്ട. അന അർഹമു ബിഹി മിൻക. അദ്ദേഹത്തോട് കൂടുതൽ കരുണ എനിക്കാണുള്ളത്. പക്ഷേ അയാൾക്ക് ഞാൻ ഉത്തരം കൊടുക്കാതിരിക്കാൻ കാരണമുണ്ട്. വലാകിന്നഹു യദൂനി. അയാൾ ദുആയിരക്കുന്നതൊക്കെ എന്നോടാണ്, പക്ഷേ വലഹു വനമു വഖൽബുഹു ഫി വനമി. അയാൾ വലിയ ആട് ബിസിനസ്സുകാരനാണ്. ആ ആടിലേക്കാണ് ഇയാളെ ചിന്തയുള്ളത്. ആടിനെ ചെന്നായ പിടിച്ചോ, ആടുകൾ വഴിതെറ്റിപ്പോയോ, ആടുകൾക്ക് ഭക്ഷണം കിട്ടുമോ, ആടുകൾക്ക് വെള്ളം കിട്ടിയോ. ഞാൻ ദുആയിരക്കുമ്പോൾ, അദ്ദേഹം ദുആയിരക്കുമ്പോൾ അയാളെ മനസ്സ് ആടിന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് വഅനല അഖ്ബലു ദഅവത അബ്ദിൻ ഖൽബുഹു ഇൻദ ഗൈരി. ഞാനല്ലാത്തവന്റെ അടുക്കൽ ഹൃദയം പണയം വെച്ച് വന്ന ആളുകൾ എന്നോട് ദുആയിരന്നാൽ ഞാൻ അതിന് ഉത്തരം തരൂല, ഉത്തരം കൊടുക്കൂല, ദുആ ഞാൻ സ്വീകരിക്കൂല എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ.
മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഓ എന്റെ മുഅ്മിനീങ്ങളെ, അവസാനമായി ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്, നിന്റെ ദുആക്ക് ഉത്തരം കിട്ടണോ? ഇതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രഭാഷണം അവസാനിപ്പിക്കണം. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അശ്ശഫാഅത ഹബ്ലനാ سيدي خير النبي سيدي خير النبي നിന്റെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവസാനമായി, ഓ എന്റെ ഉമ്മമാരെ, വഅല്ലാ യകൂന അലൈഹി ലഅനത്തുൽ ഗൈരി ബിസബബി അദമി അദായി ഹഖിഹി, വേറെ ഒരാളെ ഹക്ക് വിട്ടാത്തതിന്റെ പേരിൽ അല്ലാഹു അല്ലാത്ത അടിമകളോട് ഇടപഴക്കിയപ്പോ അവരോടുള്ള ഇടപഴക്കത്തിന്റെ ഇടയിൽ ഹക്കടപാടുകളെ വിട്ടാത്തതിന്റെ പേരിൽ മറ്റുള്ളവരുടെ ശാപന്നിന്റെ പിന്നാലെയുള്ളയാൽ പൊരുത്തക്കേട് വാങ്ങിയിട്ടാണോ ദുആ ഇറക്കുന്നത്? കടമകൾ വീട്ടപ്പെടേണ്ടവർക്ക് കടമ കൊടുത്തോളണം. നിനക്കൊരൊറ്റ അക്ഷരം പഠിപ്പിച്ചു തന്നൊരു ടീച്ചറാണ്, നിന്നെ പഠിപ്പിച്ചു വലുതാക്കിയത് ഒരു അമുസ്ലിമായ ടീച്ചറാണ്. സുബ്ഹാനല്ലാഹ്, ഏത് വിദ്യാഭ്യാസമായാലും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അവരെ നമ്മളെ ബഹുമാനത്തോടുകൂടെ അവരെ ആദരിച്ചുകൊണ്ട് ഇടപെടാൻ പാടുള്ളൂ. അവരുടെ പൊരുത്തക്കേട് നിനക്കുണ്ടെങ്കിൽ അവിടെ മതം നോട്ടമില്ല. മറ്റൊരുത്തന്റെ പൊരുത്തക്കേട് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ദുആ അല്ലാഹ് കബൂലാക്കൂല. ഈ പഠിപ്പിച്ച ഉസ്താദുമാരെ കാര്യം പിന്നെ പറയണോ? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഇൽമ പഠിച്ചവൻ പിന്നെ ഈ റഈസുൽ ഉലമ ഉസ്താദിനെ കൊച്ചാക്കുന്നത് കാണുമ്പോൾ നിന്റെ ദുആക്ക് അല്ലാഹ് ഇജാബത്ത് കൊടുക്കുമോ? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മർക്കസിൽ നിന്ന് 2-3 കൊല്ലം ഓതി പഠിച്ച് അവിടെയുള്ള ഭക്ഷണവും കഴിച്ച് അവിടെയുള്ള കരന്നും ചെലവാക്കി എല്ലാ ഓഫറുകളും അവിടെ കിട്ടുന്ന എല്ലാം സ്വരൂപിച്ച് പഠിച്ച് വലുതായി നീ ആരോ ആയി എന്ന് തോന്നുമ്പോഴേക്ക് നിന്നെ പഠിപ്പിച്ച് 2 അക്ഷരം പഠിപ്പിച്ച സുൽത്താനുൽ ഉലമയെ ഒരു സഖാഫി ചീത്ത വിളിച്ചാൽ പിന്നെ ആ സഖാഫിക്ക് പൊരുത്തം എവിടെ? മഹാനായ ശംസുൽ ഉലമ കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട ജിബ്രീ തങ്ങൾ ഉപ്പാപ്പ, സുബ്ഹാനല്ലാഹ്, ഒരു സയ്യിദല്ലേ, വലിയൊരു ആലിമല്ലേ. എന്നിട്ട് ആ തങ്ങളെ കുറിച്ച് ഒരാൾ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ് പിന്നെ നിനക്ക് വല്ല സങ്കടവും പറയുമ്പോ വല്ല സങ്കടവും വരുമ്പോൾ യജമാനനായ റബ്ബിനോട് ദുആ ഇരുന്നിട്ട് ഫലമെന്താണ്? വഅല്ലാ യകൂന അലൈഹി ലഅനത്തുൽ ഗൈരി ബിസബബി അദമി അദായി ഹഖിഹി, മറ്റുള്ളവരുടെ ഹക്ക് വീട്ടാത്തതിന്റെ പേരിൽ വേറെ ഒരുത്തന്റെ ശാപം പേറി നടക്കുന്നവനെങ്കിൽ നിന്റെ ദുആഇനും അല്ലാഹ് ഉത്തരം കൊടുക്കൂല. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. അയൽവാസികളോട് ഹക്കുണ്ട് കേട്ടോ. ഓ എന്റെ ചെറുപ്പക്കാരെ, വിനയത്തോടുകൂടെ പറയട്ടെ, പഴയകാല ജീവിതത്തിലെ ചരിത്രങ്ങൾ പറയുമ്പോ
അനുഭവങ്ങൾ പറയുമ്പോ, മുതിർന്ന ആളുകൾ ഉപദേശങ്ങൾ തരുമ്പോ അത് കേവലം തന്തവൈബാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ, നിന്നെ ഉപദേശിക്കുന്ന ഒന്നിരിക്കൽ നിന്റെ നാട്ടിലെ പ്രായം കൊണ്ട് ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെങ്കിൽ ആ പ്രായമുള്ള ബഹുമാനിക്കുക എന്നതൊരു കടമയാണ്. ആ കടമ വിട്ടാതെ നമ്മൾ മര്യാദക്കേട് ചെയ്തിട്ട് ദുആ ഇരക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം തരൂല. അങ്ങനെ ഏത് മേഖലയിൽ ആരോടല്ല ഇടപഴകുന്നുണ്ടോ ആ ഇടപഴകുന്ന മേഖലകളിലല്ല കാത്തു സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനത്തെ ദായിക്കേ അല്ലാഹു ഉത്തരം കൊടുക്കൂ. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഞാൻ പറയണോ അവിടുത്തെ ചരിത്രം? ദുൽഹിജ്ജ മാസം, സുബ്ഹാനല്ലാഹ്, ദുൽഹിജ്ജ 8 അന്ന് യൗമു തർവിയത്തിന്റെ അന്നല്ലേ മഹാനവറുകൾ വഫാത്താകുന്നത്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ് ആ മഹാനെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ബൈഅത്തുർ റിദ്വാനിലെ എല്ലാ സ്വഹാബികളെയും കൈക്ക് മുകളിൽ ആരംഭ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കൈവച്ച് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളെ ഒരാവശ്യത്തിന് വേണ്ടി അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ ദിക്കിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് ആ ബൈഅത്തിന്റെ സമയം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ കൈകൾ ഇത് ബഹുമാനപ്പെട്ട ഉസ്മാന്റെ പകരമുള്ള കൈയാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ കൈകള് അതേ ഉസ്മാൻ തങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചവരാണ്. അത്രയും വലിയ മഹാനല്ലയോ? എത്രത്തോളം ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരീക്ഷിച്ചു. മിൻ അവ്വലിൽ ലൈലി ഇലാ തുലൂഇൽ ഫജ്ർ, അതേ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയത് മുതൽ, കിടന്നുറങ്ങുന്ന സമയം മുതൽ സുബഹിന്റെ സമയം വരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ നിരീക്ഷിച്ചു പോയി. ആ സമയത്ത് മുത്തുനബി തങ്ങളെ ഒരു ദിവസത്തെ ദുആ മുഴുവനും അല്ലാഹുമ്മ ഇന്നി റളീതു അൻ ഉസ്മാൻ, അല്ലാഹുമ്മ ഇന്നി റളീതു അൻ ഉസ്മാൻ ഫർള അൻഹു യാ അല്ലാഹ്. ഓ റബ്ബേ, ഞാൻ എൻ്റെ ഉസ്മാനിന് തൃപ്തിയുള്ളവനാണ്, ഉസ്മാനോട് എനിക്ക് പൊരുത്തമാണ്. അതുകൊണ്ട് റബ്ബേ, ആ ഉസ്മാനെ നീയും ഇഷ്ടപ്പെടണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിച്ച മഹാനാണ്. എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ അടുത്ത് വിളിച്ചിട്ട് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗഫറല്ലാഹു ലക യാ ഉസ്മാൻ. ഓ ഉസ്മാൻ തങ്ങളെ, അല്ലാഹു തആല നിങ്ങൾക്ക് പൊറുത്തിട്ടുണ്ട് കേട്ടോ. മാ ഖദ്ദംത വമാ അഖർത വമാ അസ്റർത വമാ അലൻത വമാ ഹുവ ഖായിനുൻ ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ ഇനി വല്ലതും വരാനുണ്ടെങ്കിൽ അതോ ഖിയാമത്ത് നാൾ വരെ എന്ത് തെറ്റ് നിങ്ങളിൽ നിന്നുണ്ടായാലോ അല്ലാഹ് നിങ്ങൾക്കത് പുറത്തു തന്നിരിക്കുന്നു എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത നേതാവാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ബഹുമതികൾ ധാരാളം പറയാനുണ്ട്, വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരു ദിവസം ഞങ്ങളെ മുത്തു റസൂലുള്ളാഹി തങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്, കാല് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, തുണിയുടെ ഉള്ളിലൂടെ കാൽമുട്ടിന്റെ കുറച്ച് ഭാഗം റസൂലുള്ളാഹി തങ്ങളെ വസ്ത്രം നീങ്ങി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടുപോയി. ആ കാണുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ കയറി വന്നിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കയറി വന്നിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും കയറി വന്നിട്ടുണ്ട്.
അവസാനം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആ മജ്ലിസിലേക്ക് കയറി വരുമ്പോ ഉടനെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുട്ടുകാലിന്റെ ഭാഗത്ത് ചെറിയ രൂപത്തിൽ കാണുന്ന വസ്ത്രം മാറി നിൽക്കുന്ന സ്ഥലം പെട്ടെന്ന് നബി തങ്ങൾ അത് റെഡിയാക്കുകയാണ്, നേരെ നിൽക്കുകയാണ്. അപ്പോഴാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് ദഖല അലൈക അബൂബക്കറും ഉമർ വഅലിയുൻ, ഇവരൊക്കെ നിങ്ങളുടെ അടുക്കൽ കയറി വന്നിട്ട് ഫലിമലം തുഗ്ത്ഹാ, എന്തേ നിങ്ങളതൊന്നും മറക്കാതിരുള്ളത്? പക്ഷേ ഉസ്മാൻ വന്നപ്പോ പെട്ടെന്ന് ചാടിയണീറ്റ് നിങ്ങളത് മറച്ചു കളഞ്ഞല്ലോ, എന്തേ അതിന്റെ കാരണമെന്ന് ചോദിക്കുന്ന സമയോ ആരംഭ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് പറയുകയാണ്, ഓ എന്റെ സ്വഹാബ, ഇന്നിസ്തഹൈതു മിമ്മൻ ഇസ്തഹൈത മിൻഹുൽ മലായിക. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഞങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാണ്, തല താഴ്ത്തിയിട്ടേ ഉസ്മാൻ ഇരിക്കാറുള്ളൂ, തല താഴ്ത്തിയിട്ടേ ഉസ്മാൻ നടക്കാറുള്ളൂ. ഒറ്റക്ക് കുളിക്കുകയാണെങ്കിൽ പൂർണ്ണമായി വസ്ത്രം ധരിച്ചിട്ടല്ലാതെ ഉസ്മാൻ ഞങ്ങൾ കുളിക്കാറില്ല. അത്രയും വലിയ ലജ്ജയുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ. അവിടത്തെ ലജ്ജ കണ്ട മലായിക്കത്തുകൾ പോലെ ലജ്ജിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ലജ്ജിക്കാതിരിക്കുന്നതെങ്ങനെ? ഇങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹാനാണ്. ആ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് തങ്ങളോ രണ്ടുപേരും ഒരു വാക്ക് തർക്കമുണ്ടായി, രണ്ടുപേരും പരസ്പരം ഒരു ചർച്ചയുണ്ടായി. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ നീച്ചിട്ട് പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ വല്ലാതെ എന്നോട് വർത്തമാനം പറയാനൊന്നും നിൽക്കണ്ട, എന്നേക്കാൾ വലിയ ഉഷാറൊന്നും ആകാൻ പോകണ്ട. രണ്ടുപേരും തർക്കം കൂടുകയാണ്. യാ ഉസ്മാൻ തഖ്റുജു അലയ്യ ഫിൽ കലാമി വഅന അഫ്ളലു മിൻക ബിസലാസ്. മൂന്ന് കാര്യത്തിൽ ഞാൻ നിങ്ങളെക്കാ ഉഷാറാണ്, അതുകൊണ്ട് കൂടുതൽ വർത്താനം പറയണ്ടട്ടോ എന്ന സ്വരത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഞങ്ങളോട് പറയുമ്പോൾ ഉസ്മാൻ ഞങ്ങൾ ചോദിച്ചു, മാഹുന്ന, ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? എന്നേക്കാൾ നിങ്ങൾ ഉഷാറാണെന്ന് പറഞ്ഞ മൂന്ന് കാര്യം ഏതാണ്? ഉടനെ തന്നെ അബൂ ഉബൈദ തങ്ങൾ പറഞ്ഞു, ഇന്നി കുന്തു യൗമൽ ബൈഅതി ഹാലിറൻ വഅന്ത ഗായിബൻ. അതേ നേരത്തെ പറഞ്ഞ ബൈഅത്തുർ റിദ്വാനിൽ എല്ലാ സ്വഹാബികളും മുത്തുനബി തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുമ്പോ ഞാനവിടെ ഉണ്ടായിരുന്നു. അന്ന് ബൈഅത്തിന് നിങ്ങൾ വന്നിട്ടില്ലല്ലോ. അന്നത്തെ ബൈഅത്തിൽ അന്നത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ വന്നില്ലല്ലോ. ഞങ്ങളന്ന് ക്യാബിനറ്റ് കൂടിയിട്ട് പ്രസിഡന്റിന്റെ കൈക്ക് കൈ കൊടുത്ത് ഞങ്ങളെല്ലാവരും ബൈഅത്ത് ചെയ്തവരാണ്. നിങ്ങളന്ന് ലീവാക്കിയല്ലേ. ആ വിഷയത്തിൽ ഞാനല്ലേ ഉഷാറെന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറയാണ്. രണ്ടാമത്തതോ ശഹീദു ബദറൻ വലം തശഹദ്. ഓ ഉസ്മാനെ, നിങ്ങളെ ബദരീങ്ങൾ പെടുന്നുണ്ടെങ്കിലും ബദറിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ഞാൻ ബദറിൽ പങ്കെടുത്തയാളാണ്, നിങ്ങൾ ബദർ പങ്കെടുക്കാതെ ബദരീങ്ങളായ ആളാണ്. ഇതും ബഹുമാനപ്പെട്ട അബൂ ഉബൈദ തങ്ങളുടെ രണ്ടാമത്തെ വിഷയം. മൂന്നാമത് പറയുന്നു, കുന്തമിമ്മൻ സബതയൗം കുന്തുമിമ്മൻ സബതയൗമ ഉഹദിൻ വലം തസ്ബുത് അൻത. ഉഹദ് രണാങ്കളത്തിൽ നിന്നൊരു പറ്റം സ്വഹാബികൾ ഒളിച്ചോടിയപ്പോ, പേടിച്ചോടിയപ്പോ ഞാൻ പോകാതെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉറച്ചു നിന്നയാളാണ്. നിങ്ങൾ സ്ഥലം കാലാക്കിയ ആളല്ലേ, നിങ്ങൾ അവിടുന്ന് അറിയാതെ മുങ്ങിപ്പോയ ആളല്ലേ. ഞാൻ ആ പണിക്ക് പോയിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ മൂന്ന് കാര്യത്തിൽ ഞാൻ നിങ്ങളെക്കാൾ ഉഷാറാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല
അബൂ ഉബൈദയോട് പറയുന്നു, സ്വതക്കത്താ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതിനൊക്കെ ഒരു കാരണമുണ്ട്. അമ്മായൗമുൽ ബൈഅ, നിങ്ങൾ പറഞ്ഞല്ലോ ബൈഅത്തിന്റെ അന്ന് ഞാൻ കൈകൊടുക്കാൻ വന്നില്ല എന്ന്. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅതനി ഫീ ഹാജ, ഞാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞയച്ചിട്ട് പോയതാ, അള്ളാന്റെ റസൂൽ പറഞ്ഞ സ്ഥലത്തേക്കാ ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ വമദ്ദയദഹു അന്നീ, എനിക്ക് പകരം അവിടെ കൈ നീട്ടിയത് ആരംഭ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടിയിട്ട് പറഞ്ഞു, ആദിഹി യദു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യാണ് കേട്ടോ. വകാനത് യദു ശരീഫതു ഖൈറൻ മിൻ യദി, അതെ എന്റെ കയ്യിനേക്കാൾ പരിശുദ്ധമായ കയ്യ് ഹബീബായ തങ്ങളെ കയ്യല്ലയോ. അതുകൊണ്ട് അബൂ ഉബൈദ, ഞാനാണ് അവിടെ വിജയിച്ചവന്. രണ്ടാമത് പിന്നെ നിങ്ങൾ യൗമു ബദറിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, അത് വേറൊന്നും കൊണ്ടല്ല, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകളായ റുഖിയ്യക്ക് അസുഖമായപ്പോ ആ രോഗിയായ റുഖിയ്യ ബീവിയെ, എന്റെ ഭാര്യയെ, മുത്തുനബി തങ്ങളെ മകളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും നിങ്ങളെ മദീനത്ത് നിന്നോ എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോളെ നോക്കാൻ വേണ്ടി മദീനത്ത് നിന്നതാണ്. വസ്തഖൽതു ബിഖിദ്മതിഹാ, അവർക്ക് വേണ്ടിയാണ് ഞാൻ സമയം ചെലവഴിച്ചത്. ഹത്താ മാതത് വദഫൻതുഹാ, അവിടുത്തെ മരണം വരെ കഫൻ ചെയ്ത് അവിടുത്തെ പരിശുദ്ധ ശരീരത്തിനെ ദഫൻ ചെയ്യുന്നത് വരെ റുഖിയ്യ ബീവിക്ക് സംരക്ഷകനായി മദീനത്ത് മുത്തുനബി എന്നെ നിർത്തിയതാണ് കേട്ടോ. അതുകൊണ്ടാ ഞാൻ ബദറിൽ വരാതിരുന്നത്, വെറുതെ അങ്ങ് ലീവാക്കിയതല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഉഹുദിന്റെ രണാങ്കളത്തിൽ ഞാൻ പിന്തിരിഞ്ഞു പോന്നു എന്ന്. അഫാ അന്നീ, എന്റെ റബ്ബ് എനിക്കത് പുറത്തു തന്നിട്ടുണ്ട്. ഫഇന്നല്ലാഹ അഫാ അന്നീ, റബ്ബ് അത് മാപ്പ് നൽകിയിട്ടുണ്ട്. വഅളാഫ ഫീലി ഇല ശൈത്വാൻ, എന്റെ ആ പ്രവർത്തനത്തിന് പിശാചിലേക്ക് അല്ല ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി ഇന്നമസ്തസല്ലഹുമുശ് ശൈത്വാനു ബിബഅദി മാ കസബൂ വലഖദ് അഫല്ലാഹു അൻഹു ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. അത് പിശാചിന്റെ പണിയാണെന്ന് പറഞ്ഞു. ഞങ്ങളതിന്റെ കാരണക്കാരല്ലെന്ന് അല്ലാഹു തആല വെട്ടി തുറന്നു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഹുങ്ക് പറയണ്ട അബൂ ഉബൈദ എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതേ നമ്മൾ ദുആയിരക്കുമ്പോ ഒരാളുടെയും പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ല. സ്വാലിഹീങ്ങളെ പൊരുത്തക്കേട് വരാൻ പാടില്ല. ഓ എന്റെ ഉമ്മമാരെ, ഭർത്താവിന്റെ പൊരുത്തക്കേട് വരരുത്. ഓ എന്റെ ചെറുപ്പക്കാരെ, ഭാര്യമാരെ പൊരുത്തക്കേട് വരരുത്. മക്കളെ ശാപം ബാപ്പമാര് വാങ്ങാൻ പറ്റൂല. അമ്മായിമ്മയുടെ ശാപം മരുമകൾ വാങ്ങാൻ പറ്റൂല. മരുമകളെ ശാപം അമ്മായിമ്മയും വാങ്ങാൻ പറ്റൂല. ചേട്ടൻ അനിയന്റെയോ അനിയൻ ചേട്ടന്റെയോ പെങ്ങളെ ആങ്ങളുടേതോ ആങ്ങളെ പെങ്ങളുടേതോ ഇങ്ങനെ ഒരാളെ ശാപവും വാങ്ങല്ലേ. അത് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടുകൊണ്ടായാലോ, സുബ്ഹാനല്ലാഹ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടായാലോ, അതല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കമന്റുകൾ പറഞ്ഞിട്ടായാലോ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത് കേട്ടോ. മറുഭാഗത്തുള്ള മുസ്ലിമാണോ അമുസ്ലിമാണോ, മതമുള്ളവനാണോ മതമില്ലാത്തവനാണോ, സുന്നിയാണോ അസുന്നിയാണോ എന്നും നോട്ടമില്ല. വ്യക്തിപരമായ
ബലമായ ആക്ഷേപം ഒന്നിനും അല്ലാഹു അനുമതി തരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് ട്രോളിന്റെ കാലമാണ്. ഒരു മുസ്ലിയാരെ പ്രസംഗം കിട്ടിയാൽ അത് ട്രോളാണ്, ഒരു കറാമത്ത് പറഞ്ഞാൽ അത് ട്രോളാണ്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലു. അതിനായിട്ട് വേറെ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കറാമത്തിന്റെ ഗോഡൌണിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഹോൾസെയിലായി ഇറക്കുകയാണ്. ബഹുമാനപ്പെട്ട CM മടവൂര് തങ്ങളെ ഹയാത്ത് കാലത്ത് കാണാത്തവര്, അതുവരെ കേൾക്കാത്തവര്, പുതിയത് മനസ്സിൽ തോന്നിയതൊക്കെ പറയാണ്. അതിൽ സ്വപ്നം കണ്ടോലുണ്ട്, നേരിട്ട് കണ്ടോലുണ്ട്. ഓ എന്റെ മുഅ്മിനീങ്ങള്, ഇതിന്റെ പിന്നാലെയൊന്നും നമ്മൾ പോകണ്ട കേട്ടോ. നമുക്ക് CM മടവൂര് വേണോ, അവിടുത്തെ ശൈഖായ പുലിമൊയ്തീൻ സാഹിബ് വേണോ? അല്ലാഹു അവരൊക്കെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് അവസാനമായിട്ട് പറയാണ്, ഒരാളെയും പൊരുത്തക്കേട് വാങ്ങരുത്. ചില ആളുകളെ പൊരുത്തക്കേടിന്റെ ഫലം ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. അവസാനം ബഹുമാനപ്പെട്ട അബൂ ഖലാബ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം അവിടെ നിന്ന് വിശദീകരിക്കുന്നതും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മഹാനായ അബൂ ഖലാബ തങ്ങൾ പറയട്ടെ, ഞാനൊരു ദിവസം ഷാമിലേക്ക് യാത്ര പോയി. ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് കൂട്ടുകാരന്റെ കൂടെയുണ്ട്. ഈ കൂട്ടുകാരുടെയും കൂടെ ഞാൻ ഷാമിലേക്ക് യാത്ര പോയി. ആ ഷാമിലേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുന്ന ശബ്ദം കേട്ടുപോയി. വവൈലാ വവൈലാ വവൈലാഹു മിനന്നാർ. തീയിൽ നിന്നുള്ള നാശമേ, തീയിൽ നിന്നുള്ള നാശമേ, എന്റെ നഷ്ടമേ എന്നിങ്ങനെ പറഞ്ഞൊരു ചെറുപ്പക്കാരെങ്ങനെ കരയുകയാണ്. ആ കരച്ചില് കേട്ട് ഞാൻ അയാളെ അടുക്കൽ ചെല്ലുമ്പോഴോ രണ്ട് കാലും മുറിഞ്ഞു പോയിട്ടുണ്ട്, രണ്ട് കൈയും മുറിക്കപ്പെട്ടിട്ടുണ്ട്, രണ്ട് കണ്ണിന്റെ കാഴ്ചയും നശിച്ചു പോയിട്ടുണ്ട്. മുഖം താഴ്ത്തി ഭൂമിയിലേക്ക് മുഖം ചേർത്തി വെച്ചിട്ടുള്ള ഇരിപ്പാണ്. അയാൾക്കൊന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, എന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് മറുപടി പറഞ്ഞു, ഇന്നി കുന്തു മിമ്മൻ ദഖല അലാ ഉസ്മാന യൗമദ്ദാർ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വീടിന്റെ അകത്തളങ്ങളെ തീവ്രവാദികൾ പിടിച്ച് മഹാനവരുകളെ ഹബസിട്ടപ്പോ, അവിടെ കെട്ടിയിട്ടപ്പോ, പിടിച്ചു കെട്ടിയപ്പോ, വീട്ടിലിട്ട് പൂട്ടിയിട്ടപ്പോ, അങ്ങനെ ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് കയറിയ ആളാണ്. ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുക്കലേക്ക് അങ്ങ് എത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഒച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് അട്ടഹസിച്ച് എന്റെ നേർക്ക് ഓടി വന്നുപോയി. ആ ഭാര്യന്റെ മുഖത്ത് ഞാനൊരു അടി വെച്ചു കൊടുത്തു. ഉസ്മാൻ തങ്ങളെ ഭാര്യന്റെ മുഖത്ത് ഞാൻ തല്ലി. ആ അടിയങ്ങ് കിട്ടിയ ഉടനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ഈ അടിയുടെ ശക്തി, അടിയുടെ അക്രമങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു, മാലക, എന്ത് പറ്റി മനുഷ്യ നിനക്ക്? എന്തിനാ എന്റെ പൊന്നുഭാര്യ നിങ്ങളെ തല്ലിയത്? കഥ അല്ലാഹു നിങ്ങളെ രണ്ട് കൈയും അല്ല മുറിച്ച് കളയട്ടെ, നിങ്ങളെ കാല് രണ്ടും മുറിച്ച് കളയട്ടെ, നിങ്ങളെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നശിപ്പിക്കട്ടെ, നിങ്ങളെ അല്ലാഹു തീയിൽ കിടത്തട്ടെ. വേദന കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ വെച്ചൊരൊറ്റ വാക്ക് പറഞ്ഞതാണ്,
സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോ എനിക്ക് വല്ലാതെ പേടി തോന്നിപ്പോയി. ഞാൻ അന്ന് ഓടിയതാണ് ഷാമിലേക്ക്. വലം വലം ഇതുവരെ ഞാൻ അന്ന് ഓടിയ അന്നദ്ദേഹം ദുആയിരുന്നതൊക്കെ ജീവിതത്തിൽ ഫലിച്ചിട്ടുണ്ട്. കൈ രണ്ടും പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കൈ രണ്ടും പോയിട്ടുണ്ട്. എന്റെ നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ട് ഇനി തീ മാത്രമേ ബാക്കി വരാനുള്ളൂ. തീ വരുമോ എന്ന പേടിയിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ മനുഷ്യന്, ബഹുമാനപ്പെട്ട അബൂ ഖിലാബ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറയുമോ. സുബ്ഹാനല്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, തണുപ്പ് വന്നപ്പോ അദ്ദേഹം തീ കാണാൻ വേണ്ടി ഒരു പുതപ്പെടുത്തിട്ട് ആ തീ കാണുന്നതിന്റെ ഇടയില് പെട്ടെന്ന് ഇയാളെ ശരീരത്തിൽ തീ പടർന്നു. തീ തട്ടിയിട്ടാ മരണപ്പെട്ടു പോകുന്നത്. അല്ലാഹു നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ഏതെങ്കിലും ഒരു തങ്ങളോ, ഏതെങ്കിലും ഒരു സയ്യിദോ, ഏതെങ്കിലും ഒരു പണ്ഡിതനോ, ഏതെങ്കിലും ഒരു സ്വാലിഹിനോ വല്ല വേദനിപ്പിക്കുന്നത് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹല്ലത്തിലെ കാലിമാരായ താജുൽ ഉലമ ഉണ്ടായിരുന്നു. മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട താഴക്കോട് ഉസ്താദ് ഉണ്ടായിരുന്നു. ധാരാളം ആലിമീങ്ങൾ ദർസ് നടത്തിയ സ്ഥലമല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ നിരന്തരം കാണാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരായ അതേ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ നിരന്തരം കാണാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ. 50 ചില്ലാനം കൊല്ലം ഇതേ നാട്ടിലെ മുദരിസും ഖാലിയായി താജുൽ ഉലമ കിരീടം വെക്കാത്ത രാജാവായി നമുക്കിടയിൽ വസിക്കുമ്പോ വല്ലപ്പോഴും വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ എന്നോർത്തു നോക്കിയേര്. അതുപോലെ ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ ഉപ്പാപ്പാക്ക് ഇഷ്ടമില്ലാത്തത് വല്ലതോ എന്റെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചേര്. എന്റെ കാരണം കൊണ്ട് ആരെങ്കിലും ഒരാള് കണ്ണീര് ഒഴുകിയിട്ടുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കിയേര്. എന്നിട്ട് അതൊക്കെ പൊരുത്തപ്പെടിക്കാൻ അവർക്ക് വേണ്ടി ഖത്മുകൾ ഓതിക്കോളൂ. അവർക്ക് വേണ്ടി ധാരാളം ദിക്റും സ്വലാത്തും ചൊല്ലി ദുആയിരുന്നോളൂ. ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അവിടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പാപ്പാന്റെ ഖാദിമിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ഒരൊറ്റ കാര്യേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ താജുൽ ഉലമ തങ്ങളോട് ഞങ്ങളൊക്കെ സ്വർഗത്ത് കൊണ്ടുപോകാൻ കൈയൊന്ന് പിടിക്കാൻ പറയണം കേട്ടോ. ജീവിതകാലം മുഴുവനും താജുൽ ഉലമ എന്ത് പറഞ്ഞാലും കേട്ട് സഹിച്ച് താജുൽ ഉലമയുടെ കൈകാലുകളെ കഴുകിക്കൊടുത്ത് ഇത്രയും വലിയ ഭാഗ്യം ലഭിച്ചവരാരായി മണ്ണിലുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തു. അതേ ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിഷമങ്ങളൊക്കെ അല്ലാഹ് മാറ്റി കൊടുക്കട്ടെ. ശിഹാബ് തഖാവി ഉസ്താദ് ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ എന്നെ കൂട്ടാമെന്ന നിസാം ഷാ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ബാപ്പ അബ്ബാസ് ഹാജി മരണപ്പെട്ടൊരു കൊല്ലം തികയുന്നേ ഉള്ളൂ. ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്, നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അവരെ ഉമ്മാക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് അൽഹംദുലില്ലാ നല്ല മാറ്റണ്ട്. ദുആയിരക്കാൻ പറഞ്ഞു, നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഭക്ഷണം തരാനും വെള്ളം തരാനും ഒരുപാട് മുത്തഅല്ലിമീങ്ങള്, നൂറാനി ഉസ്താദ് അവരുകള്, അതുപോലെ അഹ്സനി ഉസ്താദ് അവരുകള്, പ്രത്യേകം ദുആയിരക്കാമീൻ എന്ന ഒരു നൂറാനി ഒരു മദനി ഉസ്താദ് ഇങ്ങനെ ഞങ്ങളോട് ദുആ വസിയ്യത്ത് പറഞ്ഞത് ഓർമ്മയുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ ഷമീർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, നാഗൂർക്കാരൻ ഷമീർ ദുആ വസിയ്യത്ത് പറഞ്ഞു, എല്ലാവിധ ഖൈറാത്തും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവസാനം പറയട്ടെ,
നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തം കൂടെ വെച്ചോളണം. നേരത്തെ ബഹുമാനപ്പെട്ട ആമുഖ ഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ മൂസ നബി അലൈഹിസ്സലാം തങ്ങളുടെ ആ ജീവിതകാലത്തുണ്ടായ അനുഭവം, ഉമ്മാന്റെ ദുആഇന്റെ ഫലം കൊണ്ട് കിട്ടിയത്, ഇത് തന്നെയാ എനിക്കും പറയാനുള്ളത്. നമ്മളെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് ബാപ്പാക്ക് കാര്യമുണ്ടാകൂല. ഉമ്മാനെ എല്ലാവരും നോക്കും. പെൺമക്കൾ ഉമ്മാന്റെ കൂടെ ഉണ്ടാകോ. ഉമ്മാന്റെ കരച്ചിലെല്ലാരും കാണോ. ഉമ്മാനെ എല്ലാരും ശ്രദ്ധിക്കോ. ആ സ്ഥാനത്ത് ഒരാളുടെയും നോട്ടമെത്താത്തവരാണ് പ്രായമുള്ള ഉപ്പമാര്. അവർ എത്രയോ വേദനകളെ കടിച്ചമർത്തി നമ്മുടെ മുമ്പില് സുബ്ഹാനല്ലാഹ് ജമാഅത്തിന് പോകുന്നു, ഖുർആൻ ഓതുന്നു, ശബ്ദമിടുന്നു, ചീത്ത പറയുന്നു. ഇതൊന്നും നമ്മുടെ ബാപ്പമാർക്ക് വേദനയില്ലാത്തത് കൊണ്ടല്ല. അവര് കരയൂല, അവര് പൊട്ടൂല. അവരാണായി പിറന്നവരാണ്. അവരെങ്ങനെ ഭാര്യന്റെ മുമ്പിൽ കരയാനാണ്? മക്കളെ മുമ്പിൽ കരയാനാണ്? പെൺമക്കളെ മുമ്പിൽ കരയാനാണ്? അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട്, എൻ്റെ ഉപ്പമാരോട്, എൻ്റെ ചെറുപ്പക്കാരോട്, നമ്മളെ പ്രായമുള്ള ഉപ്പമാരെ നല്ലോണം കെയർ ചെയ്തോളൂ. അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തോളൂ. പാപ്പ മരണപ്പെട്ടു പോയി എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും ഞാനൊരു യതീമാണെന്ന ചിന്തയാണ്. എന്തേ കാരണം? പിതാവ് മരണപ്പെട്ടവർക്ക് ഇന്നും ഞാനൊരു ബാപ്പയില്ലാത്തവനാണല്ലോ, ഒരു ഉമ്മയില്ലാത്തവനാണല്ലോ. അവരൊക്കെ പോയാലേ അതിന്റെ വില മനസ്സിലാകൂ. റഹ്മാനായ റബ്ബേ, ഞങ്ങളാക്കിയ ഞങ്ങളെ ബാപ്പമാര് പലരും ഖബറിലാണ്, ഉമ്മമാര് ഖബറിലാണ്. അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ഇരക്കുന്നു. ആമീൻ പറഞ്ഞ് ചെറിയ നിലക്കൊന്ന് ദുആ ചെയ്ത് പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് എണീറ്റ് നിന്ന് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തിൽ ഉമറാക്കള് ധാരാളം ആലിമീങ്ങള്, എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതുവരെ ഞങ്ങളെ മഹല്ലത്തിനെ കൊണ്ടുപോയ പൂർവകാല കമ്മിറ്റി ഭാരവാഹികൾ, അതേ ഇപ്പോൾ നിലവിലുള്ളവർ, കഴിഞ്ഞ കൊല്ലവും അതിനു മുമ്പും ഇവിടെ ഭരണം നടത്തിയവർ ആരൊക്കെയുണ്ടോ, ആരൊക്കെ ഹയാത്തുണ്ടോ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്. അല്ലാഹുവേ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാന്. ഞങ്ങളെ വന്യരായ ബഹുമാനപ്പെട്ട മുഹിമ്മാത്തിലെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉപ്പാപ്പയുടെ മകൻ ഹബീബ് തങ്ങള് അൽഹംദുലില്ലാഹ് അഡ്വക്കറ്റായി ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പാക്ക് ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ യാത്രയും തിരിച്ചുള്ള പോക്കും ഞങ്ങളുടെ സംസാരവും എല്ലാം നിന്റെ പൊരുത്തത്തിലുള്ള അമലാക്കണേ റഹ്മാനെ, നീ അമലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈമാനോടുകൂടെ മരിപ്പിക്കണേ റഹ്മാനെ. ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാ. മഹാരോഗങ്ങൾ തരല്ലേ റഹ്മാനെ. ഇസ്സത്ത് നശിപ്പിക്കല്ലേ റഹ്മാനെ. ഒറ്റപ്പെടുത്തല്ലേ റഹ്മാനെ. ആര് കുറ്റപ്പെടുത്തിയാലോ, ആര് പിന്തള്ളിയാലോ, നിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ തള്ളി മാറ്റല്ലേ അല്ലാ. നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങളെ ചേർത്തി വെക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാരത്ത് താജുൽ ഉലമ തങ്ങളുപ്പാപ്പാന്റെ കൂടെ, മദനി തങ്ങളുപ്പാപ്പയുടെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹബീബായ തങ്ങളെ കണ്ട് നിന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളായി ഒരാളുടെയും വെറുപ്പില്ലാതെ എല്ലാവരുടെയും പൊരുത്തത്തോടുകൂടെ നിന്നിലേക്ക് യാത്ര തിരിക്കാൻ
നിന്നെ കണ്ട് വിജയിക്കുന്ന സാബിഖീങ്ങളാവാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ട്രെയിന് 11:45 സെന്ററിലേക്ക് എത്തണം. അതുകൊണ്ടാണ് നിർത്തിയത്. പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന അപേക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.